ഇതാണ് ആറ്റിങ്ങൽ ബസ് സ്റ്റാൻഡ്, ആറ്റിങ്ങൽ 3 ജംഗ്ഷൻ. ഇതാണ് ആറ്റിങ്ങൽ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ്. ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു 200 മീറ്റർ മുന്നോട്ടാണ് നമ്മുടെ നിർദ്ദിഷ്ട പ്രോപ്പർട്ടി. പെട്രോൾ പമ്പ്, LIC, ആല്യ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ, പിന്നെ സൈഡിൽ പുതിയ പുതിയ ബിസിനസ്സുകൾ തുടങ്ങിയാണ്. ഇത് ഗവൺമെൻറ് ITA ആണ് ഈ കാണുന്നത്. ഇതെല്ലാം പുതിയ ബിൽഡിങ്ങുകൾ വന്നു. ഐഡിയലിൻ്റെ ഷോറൂമും ഇതാണ് ഗവൺമെൻറ് ITA. അപ്പോൾ ഇവിടെയാണ് മയൂരി. നമ്മുടെ നിർദ്ദിഷ്ട പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇതാണ്. ഈ കാർ കിടക്കുന്നതിൻ്റെ അവിടെ കാണുന്ന ഗേറ്റ്. നമുക്ക് പ്രോപ്പർട്ടിയുടെ ഒരു 150 മീറ്റർ മുന്നോട്ട് പോയി ഒന്നുകൂടെ കറങ്ങി വരാം. ഇതെല്ലാം ബിസിനസ് ഏരിയ. ഇതാണ് വെറ്റ്ലാൻഡ്. അവിടെ ഒരു ബ്രാഞ്ച് ഉണ്ട്. ഇതൊരു 4 മുക്ക്. ഇത് വെഞ്ഞാറമൂട്ടിലേക്ക് പോകുന്ന റോഡ്. നേരെയുള്ളത് തിരുവനന്തപുരം. അപ്പോൾ അവിടെ നിന്ന് പ്രോപ്പർട്ടിയിൽ നിന്ന് 150 മീറ്റർ. അശോക സൂപ്പർ മാർക്കറ്റ്, രാജധാനി, മറ്റുള്ളതെല്ലാം ഇവിടെ ഉണ്ട്. വെറ്റ്ലാൻഡ്. ഇത് മയൂരി. ഇത് ബിവറേജിൻ്റെ ഗോഡൗണാണ് ഓപ്പോസിറ്റ് കാണുന്നത്. മേലോട്ട് വാട്ടർ ടാങ്കിലേക്ക് പോകുന്ന റോഡ്. ഇതാണ് നമ്മുടെ നിർദ്ദിഷ്ട പ്രോപ്പർട്ടി. ഇവിടെ ഫ്രണ്ടേജ് എന്ന് പറയുന്നത് 5.5 മീറ്ററാണ് നമുക്ക് കിട്ടുന്നത്. മറ്റേ ഇതിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന കട അവർ ഇപ്പോൾ കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ ഇതിലും ഏതാണ്ട് ഒരു 1.5 മുറി കട ഈ സൈഡിലും വരും. അതും ഇല്ല. അതിനിപ്പോൾ അടുത്ത വരുന്ന മാസത്തോടുകൂടി മറ്റേ ഇവിടെ റോഡ് വീതി വരുമ്പോൾ അത് മാറിപ്പോകും. അറിയുള്ളൂ. അപ്പോൾ പ്രോപ്പർട്ടിയുടെ ഔട്ട് സൈഡ് ഒരു 150-200 മീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇത് കണ്ട് ഒരു 400-500 മീറ്റർ ഇതിലാണ്. അപ്പോൾ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡും വെഞ്ഞാറമൂട്ടിലേക്ക് തിരിഞ്ഞ് പോകുന്ന ജംഗ്ഷനും 2-3 മുക്കുകൾ തന്നെ. കിഴക്കേ 4 മുക്ക്, തെക്കേ 4 മുക്ക് എന്നൊക്കെ ഇവിടെ പറയും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ടേജ് എന്ന് പറയുന്നത്. ഉള്ള പ്രോബ്ലം എന്ന് പറയുന്നത് ഇവിടെ 5.5 മീറ്റർ മാത്രമാണ് ഇപ്പോഴും വീതിയുള്ളത്. ഇവിടുത്തെ നിലവിലുള്ള വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 ലക്ഷമാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഡ്രാബാക്ക് ഉള്ളതുകൊണ്ട് നമ്മളിതിലെ വില കുറച്ച് തരും. അപ്പോൾ ഈ ഒരു കടയുടെ നീളത്തിന് ഇഞ്ഞ് കടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വീതി എന്ന് പറയുന്നത് 19 മീറ്ററായിട്ട് മാറും. ഇതാണ്. പിന്നെ ഈ കടവിട്ടിട്ടുള്ളത് 19 മീറ്ററായിട്ട് മാറും. ഇതാണ്. ഇത് 19 മീറ്ററുണ്ട്. അപ്പോൾ ഇത് വിട്ട് കിട്ടാനുള്ള ഇതേ ഉള്ളൂ. റോഡിൽ നിന്ന് വിട്ട് കെട്ടാനുള്ള ദൂരമാണ് ഈ വരുന്നത്. പിന്നെ റോഡ് വികസനം വരുമ്പോഴത്തേക്ക് ഇത് പോകാനുള്ള സാധ്യതയാണുള്ളത്. അത് കണ്ടെയ്നർ റോഡ് സ്റ്റാറ്റസ് ആക്കും ഈ റോഡിന്. അത് 26 മാർച്ചോടുകൂടി ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അതൊന്നുമല്ല, നമുക്കൊരു പ്രൈസുണ്ട്. നാട്ടിൽ നടപ്പുള്ള ഒരു പ്രൈസ് 30 നമ്മൾ അതിൽ നിന്ന് വളരെ താത്ത് കൊടുക്കും. അതായത് ഇതിൽ 5.5 മീറ്റർ മാത്രമേ ഉള്ളൂ. അപ്പോൾ താല്പര്യമുള്ളവർ ഇതിൽ കോൺടാക്ട് ചെയ്യുക. ഇതാണ്
19 മീറ്ററാണ് ഇതിൻ്റെ വീതി എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ നിലവിൽ ഈ 2 വീട് ഇതിലുണ്ട്. 2 വീട് ഈ ഇതിൽ വരും. ഈ വീടും ഈ വീടും 19 സെൻറ്റ് എന്ന് പറയുമ്പോൾ നല്ല ഏരിയ ഉള്ള ഇതാണ്. ഇതാ ആ കാണുന്നതാണ് മയൂരി ബിൽഡിങ്. ഇത്രയുണ്ട്. ഇങ്ങനെ ഇത് പുറകോട്ട് പോകും. ഇത് കാണുന്ന മതിൽ വരെ ഉണ്ട്. അപ്പോൾ ഇത് വന്നിട്ട് ഇത് കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടിയാണ്. ഈ 2 വീടും പോയി എല്ലാം വെച്ച് ഈ 19 സെൻറ്റിൽ കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി. അതായത് ഈ ഏരിയ കൊമേഴ്ഷ്യൽ ഏരിയ, അതുകൊണ്ട് ഇത് കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടിയാണ്. നല്ല ഏരിയ ഉള്ളതാണ്. അപ്പോൾ താല്പര്യമുള്ളവർ ഇതിൽ പറയുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക.